ഹലോ, ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. പാഥേയം. പാഥേയം എന്ന് പറയുന്നത് നമുക്കറിയാം, മനോഹരമായ മലയാള സിനിമയിലെ ഒരു കാവ്യം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ പാഥേയത്തിലെ ഫുഡും ഒരു എന്താ പറയുക, നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു രുചിയാണ് ഇവിടെ ജനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രുചിയുടെ കഥ തേടിയാണ് ഇന്ന് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉള്ളൂർ ആക്കുളം പോകുന്ന വഴിയിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള മനോഹരമായ ഒരു റെസ്റ്റോറൻറ്റ് കൂടെയാണ്. അവിടേക്കാണ് ഇന്നത്തെ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ കടന്നു ചെല്ലുന്നത്. അപ്പോൾ വരും. കൗമുദി TV ഈസ്റ്റേൺ സോൾട്ട്. അടിപൊളി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. നല്ല വിശേഷം. സുഖം. സുഖമായിരിക്കണോ? നമ്മുടെ ഹോട്ടലിൽ തന്നെ. നിങ്ങളുടെ ഹോട്ടലാണോ? വാ, ഇങ്ങോട്ടിരിക്കാം. വിളിച്ച് അപ്പോൾ ഇതാണ് പാഥേയത്തിൻ്റെ അമരക്കാർ. എനിക്ക് വലിയ സന്തോഷമാണ്. എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ മുഖത്ത് ഒരുപാട് തവണ ക്യാമറ വെച്ചിട്ടുള്ള പ്രിയപ്പെട്ട പാഥേയം. ഈ പാഥേയം സിനിമയുടെ പേര് ഈ ഹോട്ടലിന് ഇട്ട് എന്താണ്? സിനിമയോടുള്ള അഗാധമായ ഇഷ്ടം കൊണ്ടാണ്? കാരണം ഒരുപാട് സിനിമാക്കാരും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ സിനിമയിൽ നിന്നാണ് 10-25 വർഷക്കാലം സിനിമയിലാണ് നിന്നത്. അപ്പോൾ സിനിമ കൊണ്ടാണ് ഞാൻ ഒരുവിധം എൻ്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടായത്. പാഥേയത്തിന്റെ പേര് തന്നെ എന്തിനാണ്? പാഥേയം എന്ന് പറഞ്ഞാൽ വഴിച്ചോറ് എന്നാണ് അർത്ഥം. പാഥേയം എന്ന് പറഞ്ഞാൽ വഴിച്ചോറ്. അതെ. ഓ, അങ്ങനെ വഴിച്ചോറെന്നും പറയും, പൊതിച്ചോറെന്നും പറയും. ഓ, അപ്പോൾ അത് അങ്ങനെ ഉള്ളൊരു പേര് ഹോട്ടലിന് ആപ്റ്റായതുകൊണ്ടും പിന്നെ സിനിമയുടെ ഈ ആംബിയൻസ് ഉള്ളത് കൊണ്ടും ആ പേര് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ സിനിമയുടെ കാര്യം പറഞ്ഞല്ലോ, ഇത് ഇദ്ദേഹം ഇവിടുത്തെ ഒരു, നിങ്ങൾ എത്ര പാർട്ട്നേഴ്സ് ഉണ്ട്? നമ്മളൊരു 3-4 പേരുടെ കൂട്ടായ്മയാണ് ഈ സിനിമ. കൂട്ടായ്മയിൽ ആണ് ഈ ഹോട്ടൽ. പേര് അജിന. എന്തൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ? ഇവിടുത്തെ വിഭവങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഉണ്ട്, ചൈനീസ് ഉണ്ട്, തന്തൂരി ഐറ്റംസ് ഉണ്ട്, അറബിക്ക് നമുക്കിപ്പോൾ തുടങ്ങിയിട്ടില്ല. മത്സ്യ വിഭവങ്ങൾ പല ടൈപ്പിലുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ട്. വളരെ രസമുണ്ട്. നിങ്ങളുടെ ഇതിൻ്റെ ഒരു തീം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ മലയാള സിനിമയിലെ സകല പ്രഗത്ഭരും, അതായത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള അത്യാവശ്യം ആർട്ടിസ്റ്റുകളും പിന്നെ നമ്മൾ ബഹുമാനിക്കുന്ന താരങ്ങളുമാണ് ഇതിൻ്റെ പിന്നിൽ. ആ ബഹുമാനമാണ് നമ്മൾ ഈ ഹോട്ടലിലേക്ക്. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ ഇവിടുത്തെ ഇനി നമുക്ക് സത്യത്തിൽ നമ്മളിവിടെ വന്നത് നമ്മുടെ രുചിയുടെ കഥ തേടിയാണ് വന്നത്. പക്ഷെ അതിനേക്കാളും വലിയ കുറച്ച് കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക്, അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടുത്തെ ഷെഫിനെ കുറച്ച് സമയം ഞാനങ്ങ് എടുക്കുകയാണ്. കുഴപ്പമുണ്ടോ? പിന്നെന്ത്, ഉറപ്പായിട്ട് തരാം. ഓക്കെ, ഈ ഒരു നല്ല ശ്രമത്തിന് എല്ലാവിധ വിജയാശംസകളും. ഓക്കെ, സന്തോഷം. അപ്പൊ നമുക്ക് നമ്മുടെ പ്രധാന വിശേഷത്തിലേക്ക് മടങ്ങി വരാം. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ രുചിയുടെ അമരക്കാരൻ. പേര് രാജേഷ്. എവിടെയാണോ? ട്രിവാൻഡ്രമാണോ? അതെ, നെയ്യാറ്റിൻകര. ഇവിടെ മാരായമുട്ടം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ഉണ്ടാക്കാൻ പോണേ? ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പഞ്ചാബി ചിക്കൻ. നമ്മള് അല്ലേ, നമുക്ക് പഞ്ചാബി പാട്ടറിയാം, പഞ്ചാബി ഡാൻസ് അറിയാം, പഞ്ചാബിയിലെ ഒരുപാട് പഞ്ചാബി റൊട്ടിയൊക്കെ അറിയാം, പിന്നെ പഞ്ചാബി ചിക്കൻ. ശരിക്കും അങ്ങനെ ഒരു ചിക്കൻ ഉണ്ടല്ലേ? അപ്പൊ അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി തൊട്ട് പഞ്ചാബി ചിക്കൻ സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ നമ്മുടെ കേരളത്തിന്റെ അടുക്കളകളിലും സജീവമാകാൻ പോവുകയാണ്. പിന്നെ പഞ്ചാബി ചിക്കൻ നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ പാഥേയം, ഉള്ളൂർ വരുമ്പോൾ പാഥേയത്തിൽ വന്നു കഴിഞ്ഞാൽ കഴിക്കാം. എങ്കിലും നമുക്ക് പഞ്ചാബി ചിക്കന് എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് ചോദിച്ചു നോക്കാം. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടേ? ക്രീം, പാല്, ഗാർലിക്, വൈറ്റ് പെപ്പർ, ബ്ലാക്ക് പെപ്പർ, കോറിയൻഡർ ലീഫ്, കാഷ്യൂ പേസ്റ്റ് ചെയ്തത്, സവാള പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സവാളയും കാഷ്യൂപരിപ്പും കൂടെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തത് അല്ലേ? മുളക് പൊടി, ചിക്കൻ മസാല, മീറ്റ് മസാല, സാൾട്ട്, കോറിയൻഡർ പൗഡർ, സൺഫ്ലവർ ഓയിൽ, ടൊമാറ്റോ പേസ്റ്റ്. ടൊമാറ്റോ സോസ് ആണോ? സോസ്. തന്തൂരിയുടെ ചിക്കനാണ്. ഓക്കെ, എന്നാ പിന്നെ തുടങ്ങാം. അപ്പൊ ഈ തന്തൂരി ചിക്കൻ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് തന്തൂരി ചിക്കൻ കടയിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് വേണമെങ്കിൽ എപ്പിസോഡ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം അല്ലേ? അത് പോയിട്ട് ഫ്രൈ ചെയ്ത ചിക്കൻ ആയാലും മതി. തൽക്കാലം ഫ്രൈ ചെയ്ത ചിക്കൻ ആയാലും മതി എന്നാ പറയണേ. എന്നാ പിന്നെ സന്തോഷമായി എല്ലാവർക്കും. തുടങ്ങാം. വളരെ അല്ലേ ആ ഷെഫിന്റെ ഒരു മുഖത്തെ സന്തോഷം. ഇതായിരിക്കും ഇവിടുത്തെ ഭക്ഷണത്തിന്റെ രുചി അല്ലേ? നല്ല സന്തോഷത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നന്നാവും എന്ന് പറയും. രാജേഷ് ആണെങ്കിൽ വളരെ എൻജോയ് ചെയ്താണ് ഇത്
ഗാർലിക്. ഓക്കെ, അത് ഗാർലിക്. ഇത് തന്തൂരി ചിക്കൻ്റെ ഒരു ക്വാണ്ടിറ്റി പറയാൻ പറ്റുമോ? ഇതിപ്പോ ഹാഫാണ്, ഹാഫ് തന്തൂരി. അപ്പൊ നമ്മള് ഈ വെളുത്തുള്ളി ഒന്ന് സോട്ടായി വന്നു. അപ്പൊ അടുത്ത് എന്താ പരിപാടി നോക്കട്ടെ. കുറച്ച് ചിക്കൻ മസാല. ഓക്കെ, ചിക്കൻ മസാല ഒരു സ്പൂൺ ഇട്ടു. കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ നമ്മുടെ അതും ഒരു ടീസ്പൂൺ. മഞ്ഞപ്പൊടി ഇട്ട്. മഞ്ഞപ്പൊടി ഒരു നുള്ളല്ല, ഒരു സ്പൂൺ. അതെന്താണ്? മീറ്റ് മസാല. മീറ്റ് മസാല. ചിക്കൻ മസാലയും മീറ്റ് മസാലയും ഇട്ടു. വൈറ്റ് പെപ്പർ. വൈറ്റ് പെപ്പർ. നമ്മുടെ പേസ്റ്റ് അറിയാമല്ലോ, സവാളയും കാഷ്നട്ടും കൂടെ. ഇതിപ്പോ എത്ര സവാളയും കാഷ്നട്ടും ഉണ്ടാവും? ഒരു 250 വീതം. അടുത്ത് കുറച്ച് പാല് ചേർക്കുകയാണ്, പശുവും പാൽ അല്ലേ? പാൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്? ഗ്രേവിയുടെ നമ്മുടെ ഗ്രേവിയുടെ ഒരു ക്വാണ്ടിറ്റി എങ്ങനെ വേണോ അതനുസരിച്ച് പാല് ചേർക്കാം അല്ലേ? അതെ. എന്തായി ഇനി അടുത്ത? ചൂടായി. നമുക്ക് ഇനി അടുത്ത് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്യാം. അതായത് നമ്മൾ തണ്ടൂരി ചിക്കനാണ്. തണ്ടൂരി ചിക്കൻ ഇല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുത്താലും മതിയാവും. എന്നിട്ട് നമ്മുടെ ആ ഗ്രേവി കൊണ്ട് ഫുള്ള് അതിനെ കവർ ചെയ്ത് എടുക്കുകയാണ്. തീരാറായോ സംഭവം? കഴിഞ്ഞോ? ഇനി ഡെക്കറേറ്റ് ചെയ്താൽ അടിപൊളി. ഇത് ഭയങ്കര സംഭവം, ഇത് സിമ്പിൾ ആണല്ലോ. അപ്പൊ നമ്മള് ഒന്നുകിൽ ഈ തണ്ടൂരി ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതൊന്ന് ഫ്രൈ ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കണം. കുറച്ച് ഉപ്പ്. ഉള്ളല്ലോ. ഇത് ശരിക്കും നമ്മള് ചില ഈ നോർത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങള് നമ്മള് പാക്കറ്റിൽ വാങ്ങത്തില്ലേ? എന്തിനാ പറയുന്നത്, നമ്മളെ ഈസ്റ്റേണിന്റെ തന്നെ കുറെ വിഭവങ്ങൾ ഞാൻ നോർത്ത് ഇന്ത്യനൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ഫ്ലേവറും കളറും ലുക്കും എല്ലാം അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. താങ്കൾ എവിടെ പോയാണ് ഈ കുക്കിംഗ് ഒക്കെ പഠിച്ചത്? അമ്മ പഠിപ്പിച്ചു തന്നെയാണോ? ഇവിടെ നിന്ന് പഠിച്ചാണോ? അച്ഛൻ ഒരു ഹോട്ടൽ ജീവനക്കാരനാണ്. അച്ഛന്റെ പേര്? അച്ഛൻ്റെ പേര് കൃഷ്ണൻ. അത് ബ്ലഡിൽ വന്നിട്ടുണ്ടാവും. ബ്ലഡിൽ അതുണ്ടായിരുന്നല്ലേ? നമുക്കിനി സെർവ് ചെയ്യാം. എത്ര സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് നോക്കൂ. പഞ്ചാബി ചിക്കൻ. അതെന്താണ് ചേർത്തത്? അതെ, ക്രീം, ഫ്രഷ് ക്രീം. ക്രീം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ക്രീം. അതെ. ഇതങ്ങോട്ട് നല്ല നാൻ, റൊട്ടി, ഇതൊക്കെയാണ് ഈ പഞ്ചാബി ഡിഷിന് പറ്റുന്ന കോമ്പിനേഷൻ. നമുക്ക് പിന്നെ നമ്മുടെ പൊറോട്ടയും ഇതിന്റെ കൂടെ കയറ്റാല്ലേ? കയറ്റാൻ ഉദ്ദേശിച്ചത് തള്ളി കയറ്റാന്ന് ഇങ്ങനെ കഴിക്കാൻ പറഞ്ഞ അങ്ങനെയല്ല പറഞ്ഞത്. ഇതിന്റെ കൂടെ അദ്ദേഹത്തെ കൂടെ നമുക്ക് ഉൾപ്പെടുത്താമെന്നാണ്. ഇത് ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. ഞാൻ ഇപ്പുറത്തേക്ക് മാറിക്കൊടുത്തു. ഒരു 2 മുട്ട മുഴുവനെ അതിൽ ചേർത്തു. ഇനിയുണ്ടല്ലേ പരിപാടികൾ? അതെ, അലങ്കാരത്തിന് ഒത്തിരി ജോലിയുണ്ട്. നമ്മളെ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ വേറെ പേരൊന്നുമില്ല, ഓംലെറ്റ് തന്നെ. ഇതിൽ എന്താ മുളക് പൊടിയാണ് ഇട്ടതല്ലേ? കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് പെപ്പറും അതിൽ വിതറി. അപ്പൊ അതൊരു ശരിക്കും ഒരു ഭംഗിയായി, ഒരു ചിത്രകാരൻ നല്ലൊരു ചിത്രം വരച്ചതുപോലെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ഓംലെറ്റിനെ പൊക്കി തിരിച്ചെടുക്കുകയാണ്. ഇനി എന്താ പറയുക, അതിലൊരു ആഹാ, ഒരു ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റി. ആദ്യമായിട്ടായിരിക്കും അല്ലേ സോൾട്ട് ആൻഡ് പെപ്പറിൽ ഇത്തരത്തിലൊരു ഗാർണിഷ് നമ്മൾ കാണുന്നത്, ഭക്ഷണം അലങ്കരിച്ചെടുക്കുന്നത്. മുട്ട വെച്ചിട്ട് ഇങ്ങനെ, അങ്ങനെ ആ കാഴ്ചയും നമ്മൾ ഒപ്പിയെടുത്തു.
കുറച്ച് മല്ലിയില. മുട്ടയുടെ ഹായ്, നല്ല ഒരു കോഴിക്കുഞ്ഞും. അങ്ങനെ പഞ്ചാബി ചിക്കൻ ഇത് എന്റെ കയ്യിലെത്തിയിട്ടുണ്ട്. എന്തായാലും നിങ്ങളിതൊന്ന് കാണൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ രുചി എന്നതാണ് നോക്കാം. അപ്പോ കണ്ടത് മതി. ഇനി ഇതിന്റെ ഒരു ടേസ്റ്റ് അല്ലെ, പഞ്ചാബി ചിക്കൻ. ഇത് ശരിക്കും പഞ്ചാബി ചിക്കൻ കറി എന്നാണോ അതിന്റെ പേര്? പഞ്ചാബി ചിക്കൻ എന്നാ പറയുന്നത്. പഞ്ചാബി ചിക്കൻ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാൻ, റൊട്ടി, അതൊക്കെ തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഒരു ടേസ്റ്റ് നോക്കാം. അതായത് ഇത് കണ്ടിട്ട് ഇതിന്റെ മണമൊക്കെ കിട്ടിയിട്ട് ഒരു വല്ലാത്തൊരു ടേസ്റ്റുമാണ്. പിന്നെ ഇതിന്റെ ഒരു ലുക്കും ഒക്കെ ആയിട്ട് ചില ഈ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ നമ്മള് ബൊഫേക്കൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന കുറെ വിഭവങ്ങളുണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ. ശരിക്കും ഇവിടുത്തെ വിഭവങ്ങളെല്ലാം വളരെ ഹൈജീനിക് ആണ്. ആ ഒരു കാര്യത്തിൽ പൊളിച്ചു. റിയൽ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ്. സംഭവം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഈ അതായത് തണ്ടൂരി ചിക്കനിൽ ഇങ്ങനെ ഒരു രുചി കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. സോൾട്ട് ആൻഡ് പെപ്പറിൽ ആദ്യത്തെ വിഭവം തന്നെയാണ്. രാജേഷ് പൊളിച്ചു. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ പഞ്ചാബി ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് ഒന്നുകൂടെ കാണണ്ടേ? ദേ വരുന്നു റീക്യാപ്പ്. അപ്പോ നല്ലൊരു വിഭവം പരിചയപ്പെടുത്തി തന്നെയാണ് രാജേഷ്. രാജേഷിനെ ഞാൻ പെട്ടെന്നൊന്നും വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇനി നമുക്ക് ഒരു നോർത്ത് ഇന്ത്യൻ വിഭവം, ഇനി നമുക്കൊരു സൗത്ത് ഇന്ത്യൻ തന്നെയാണ്. എന്താണ് നമ്മളിന്ന് ഉണ്ടാക്കുന്ന? കിഴി പൊറോട്ട. കിഴി പൊറോട്ട. നമുക്കറിയാം, നമ്മൾ ഒരുപാട് കിഴി ഭക്ഷണം നമ്മൾ ഒത്തിരി കഴിച്ചിട്ടുണ്ട്. സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫിഷ് കിഴി, പിന്നെ നെല്ലിക്ക കിഴി, അങ്ങനെ ഒരുപാട്. പക്ഷെ പെറോട്ട കിഴി. നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൊറോട്ട, ബീഫ്, ഇത് ഗ്രേവിയ, ബീഫിന്റെ ഗ്രേവി. പിന്നെ നാളികേരം ചോപ്പ് ചെയ്ത്, ബ്ലാക്ക് പെപ്പർ, ഗാർലിക്, കറിവേപ്പില, ഉണക്കമുളക്, ചിക്കൻ മസാല, കാശ്മീരി ചില്ലി, മഞ്ഞപ്പൊടി, ഉപ്പ്, മീറ്റ് മസാല. ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് പൊറോട്ട ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? അതെ. ബീഫ് ഓൾറെഡി കുക്ക് ചെയ്ത് ബീഫ് കറി, നമ്മള് വീട്ടില് ബീഫ് കറി വെക്കത്തില്ലേ, ആ കറി തന്നെ മതി. അതിന്റെ ചാറ് തന്നെ എടുത്താൽ മതി ഗ്രേവി എന്ന് പറഞ്ഞല്ലേ? ഓക്കെ, ശരി, നമുക്ക് തുടങ്ങാം. വെളിച്ചെണ്ണയാണല്ലേ? ശരിയാ, നമ്മൾ നേരെ നോർത്ത് ഇന്ത്യ വിട്ട് കേരളത്തിലേക്ക് വന്നപ്പോഴേക്കും എല്ലാം മാറി, വെളിച്ചെണ്ണയിലേക്ക് എത്തി. നേരത്തെ പോലെ തന്നെ കേട്ടോ. ഇത് ബാക്കി സ്റ്റൈലെല്ലാം സൗത്ത് ഇന്ത്യനും നോർത്ത് ഇന്ത്യനും ഒക്കെ ഒന്നുപോലെയാണല്ലോ. കാരണം നേരത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെ സൺഫ്ലവർ ഓയിലില് വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു, വെളുത്തുള്ളി ഫ്ലേവറാണ്. ഇപ്പൊ അത് വെളിച്ചെണ്ണയിൽ നാളികേരം, കൊപ്ര അരിഞ്ഞെടുക്കുന്ന അതുപോലെ തേങ്ങയെ അരിഞ്ഞെടുക്കുന്നു. കൊപ്ര സാധാരണ ഈ ഉണക്കക്കൊപ്ര പായസത്തിലൊക്കെ പണ്ട് ചേർക്കാറുണ്ടായിരുന്നു. പായസത്തിൽ ഇപ്പൊ എവിടെ പായസം വയ്ക്കണം അല്ലേ? പണ്ട് എന്ത് ചുമ്മാ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അമ്മമാര് പായസമൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. കാരണം ഈ അന്ന് ഇപ്പോൾ ഈ ന്യൂക്ലിയർ ഫാമിലിയിലോട്ട് നമ്മളെല്ലാം ചുരുങ്ങിയപ്പോഴേക്കും വീട്ടിൽ വിരുന്നുകാരോ ഒന്നും വരാണ്ടായി. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുടുംബങ്ങൾ, വിശാല കുടുംബങ്ങൾ, അങ്ങനെ വിരുന്നുകാർ വരും, ഒരു 2 ദിവസം അവിടെ നിൽക്കും. അപ്പോൾ ഈ പായസം എന്നൊക്കെ പറയണത് ഈ ഓണം, ക്രിസ്മസ് എന്ന് പറഞ്ഞ് ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ലായിരുന്നു. യെസ്, അതിലേക്ക് അടുത്ത് നമ്മൾ വറ്റൽ മുളകും കറിവേപ്പിലയും ദെൻ ചിക്കൻ മസാലയും മീറ്റ് മസാലയും ചേർക്കുകയാണ്. കുറച്ച് മുളക് പൊടി, കുറച്ചുപ്പ്, കുറച്ച് കുരുമുളക്. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം വറ്റൽ മുളക് ചേർത്തു, പിന്നെ കറിവേപ്പില ചേർത്തു, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്തു, നമ്മുടെ മുളക് പൊടിയും ചേർത്തു, ശകലം മഞ്ഞൾപ്പൊടിയും അല്ലേ, ശകലം ഉപ്പും, നമ്മുടെ ഗ്രേവി. ഇത് ബീഫിന്റെ ഗ്രേവി തന്നെ അല്ലേ? പ്രത്യേകം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ബീഫ് നമ്മൾ സാധാരണ നമ്മളെ വീട്ടിലൊക്കെ ഇതൊരു യൂണിവേഴ്സൽ സൈസാണ്.
ഇതിലേക്ക് 1 കപ്പ് ബീഫ് കറി അതിലോട്ട് ആഡ് ചെയ്യുന്നു. ഈ കിഴി തുടങ്ങാൻ പോവുകയാണ്. നന്നായി വാട്ടിയെടുത്ത വാഴയില വാട്ടിയെടുക്കാൻ അറിയാമല്ലോ. അതിലൊരു വാഴയില എടുത്തിട്ട് ഇതുപോലെ സ്റ്റൗവിൻ്റെ മുകളിൽ തീ വെച്ചിട്ട് അതിൽ കാണിച്ചാൽ മതി. ഒരു പൊറോട്ട വെച്ചു, അതിൻ്റെ മുകളിലേക്ക് ബീഫ് കറി. ഇതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ ഇങ്ങനെ ക്ലോസപ്പിൽ എടുത്തൊന്ന് കണ്ടാലും മതിയല്ലേ വായിൽ നിന്ന് വെള്ളം നിറയാൻ. അതിൻ്റെ മുകളിലും ഒരു പൊറോട്ട വെച്ചു. നമ്മുടെ ഇതൊന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുമെന്നാണ് പറയുന്നത്. ആ സമയത്ത് കുറച്ച് പുകയൊക്കെ പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ ഈ അലാവുദ്ദീനിലെ മറ്റേ ഭൂതം വരുമ്പോൾ ഒരു പുകയൊക്കെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ എണ്ണ തടവിയതിനു ശേഷം നമ്മുടെ കിഴി അതിലോട്ട് വെച്ചു. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു ആ ഇലയുടെ അടിയിൽ നിന്ന് വീണ്ടും ഈ പുള്ളൽ വരുമ്പോഴേക്കും അതിൻ്റെ ആ ഇലയുടെ ഒരു ഫ്ലേവർ ശരിക്കും അതിനകത്തിരിക്കുന്ന ആ പൊറോട്ടയിലും ബീഫിലേക്കും ഒക്കെ കൃത്യമായിട്ടെത്തും. ശരിക്കും ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇതൊരു ചുമ്മാ ഇങ്ങനെ ഒരു ഷോ കാണിക്കുന്നതല്ല. നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഈ വെള്ളം നീരാവിയായിട്ട് ഇതിൻ്റെ ആവി ഇതിനകത്തോണ്ട് അല്ലേ, ആവി അങ്ങ് എത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രയോഗം. കാരണം ഈ സോൾട്ട് ആൻഡ് പെപ്പറിലെ കിഴി ഭക്ഷണം ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്ത കാരണം എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാപ്പാടായി. യെസ്, തയ്യാറായല്ലേ? ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണല്ലേ? എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് എനിക്ക് പാതയത്തിൽ വന്ന് ഭക്ഷണം കഴിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഈ കാത്തിരുന്ന് മുഷിയേണ്ടിയൊന്നും വരത്തില്ല എന്ന് കേട്ടോ. ഒരു വളരെ ഫാസ്റ്റ് ആയിട്ടാണ് എല്ലാം കുക്ക് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. യെസ്, പ്ലേറ്റ് ഇതിനെ ഒന്ന് അലങ്കരിക്കാൻ പോവുകയാണ്. ഇത്രയും രുചികരമായിട്ട് ഈ ഭക്ഷണമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടേ ഇങ്ങനെ മറ്റൊരു കയ്യിലോട്ട് കൊടുക്കുമ്പോൾ വിഷമം വല്ലതും തോന്നാറുണ്ടോ? സന്തോഷമേ ഉള്ളൂ അല്ലേ? അത് ഷെഫുകാർക്ക് മാത്രം തോന്നുന്ന, ഷെഫിന് തോന്നുന്ന ഒരു വികാരമാണ് അല്ലേ? അപ്പോൾ ഇതാണ് കിഴി പൊറോട്ട എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ പുതിയ ട്രെൻഡി ഭക്ഷണം. നിങ്ങളിതൊന്ന് കണ്ടോളൂ. അപ്പോൾ ഇതുവരെ നമ്മളിതിൻ്റെ പുറം കാഴ്ചയൊക്കെയാണ് കണ്ടതല്ലേ കിഴി പൊറോട്ടയുടെ. ഇനി നമുക്കിതിൻ്റെ അകക്കാഴ്ചയിലേക്ക് പോകാം. ഇത് കഴിക്കാം അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ്, ഈ പൊറോട്ടയും ബീഫും എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ സാധാരണ മലയാളികളുടെ വായിൽ വെള്ളം ഊറാറുണ്ട്. കാരണം നമുക്കറിയാം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജനകീയ ഭക്ഷണമാണ് പൊറോട്ടയും ബീഫും എന്ന് പറയുന്നത്. അതുമാത്രമല്ല നമ്മുടെ കൊതിയുടെ ഒരു ഭാഗം കൂടെയാണ്. അതിനെ കൂടുതൽ കൊതിയാക്കി വെച്ചിരിക്കുകയാണ്. ഞാനിന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. പൊറോട്ടയുടെയും ബീഫിൻ്റെയും ഒരു ടേസ്റ്റ് നമുക്കറിയാം. പക്ഷേ ഈ കിഴിയിൽ കൂടെ വന്നപ്പോഴേക്കും അതിന് വേറെ പറഞ്ഞറിയിക്കാൻ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു രുചി തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു റീക്യാപ്പ് കൂടെ ആവാം അല്ലേ? ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്നുകൂടെ ഒന്ന് കണ്ടോളൂ. റീക്യാപ്പ്. ഇതുപോലുള്ള നല്ല കാഴ്ചകളും നല്ല ഭക്ഷണവും പിന്നെ ഇതുപോലത്തെ നല്ല മനസ്സിന്റെ ഉടമകളുമായിട്ടുള്ള ഷെഫുകളുമായിട്ട് വരും എപ്പിസോഡുകളിൽ വീണ്ടും കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്ന് അങ്ങോട്ട് പടിയിറങ്ങുകയാണ്. ഇന്ന് പടിയിറങ്ങിയിട്ട് ഒരുപാട് ദൂരം പോകാനല്ലേ, വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. എന്തായിരുന്നാലും വളരെ സന്തോഷം. വീണ്ടും ഇതുപോലെ മറ്റൊരു വിഭവമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഈ സ്റ്റേറ്റ് സോൾട്ട് ആൻഡ് പെപ്പർ. തൽക്കാലം ഒരു ബൈ പറയാമോ?